ഇന്ത്യൻ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരിക്കുന്നു. ആ ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത ശ്രദ്ധേയമായ ഒരു വാർത്തയാണ്. ബി.ജെ.പിയുടെ ഈ പരിഷ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള സാധ്യത ശോഭാ സുരേന്ദ്രന് കൂടിയെന്ന്. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ ഒരു ഗ്രൂപ്പിലും പെടുന്ന ആളല്ല. ശോഭയുടെ ഒരു ഒറ്റ നടത്താണ്. ബാക്കി എല്ലാ പ്രധാനപ്പെട്ട നേതാക്കൾക്കും പക്ഷമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പ്രത്യേകിച്ച് പക്ഷമൊന്നുമില്ല. ശോഭയുടെ പക്ഷക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ പൊതു നേതൃത്വത്തിനൊന്നും ശോഭയോട് വലിയ താല്പര്യമില്ല. ദേശീയ നേതാക്കൾക്ക് താല്പര്യമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ശോഭയുടെ ജനപ്രീതിയുള്ള മറ്റൊരു വനിതാ നേതാവുണ്ടോ? CPM-ൽ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇടിഞ്ഞുപോയി ഇപ്പോഴത്തെ PPI കിറ്റ് വിവാദത്തോടെ. എവിടെ ചെന്നാലും സ്ത്രീകൾ ഏക മനസ്സോടെ ഇഷ്ടപ്പെടുന്ന ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭയെ പരീക്ഷിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ദേശീയ നേതൃത്വം ആലോചിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നു ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ. ഒന്ന്, ശോഭാ സുരേന്ദ്രന്റെ സ്ത്രീകൾക്കിടയിലുള്ള സ്വീകാര്യത. കേരളത്തിൽ സ്ത്രീകൾ പരിഗണിക്കപ്പെടുന്നേയില്ല. പേരിന് വേണ്ടി മന്ത്രിമാരാക്കും, MLA-മാരാക്കും, MP-മാരാക്കും എന്നല്ലാതെ മുഖ്യധാര രാഷ്ട്രീയത്തിന് മുമ്പിലെങ്ങും സ്ത്രീകളില്ല. CPM ഇതുവരെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു സ്ത്രീ എടുത്തിട്ടില്ല, ഒരു ജില്ലാ സെക്രട്ടറിയായ ഒരു സ്ത്രീ എടുത്തിട്ടില്ല. കോൺഗ്രസ് DCC പ്രസിഡന്റായ സ്ത്രീകൾ എടുത്തിട്ടുണ്ടെങ്കിലും നിർണായകമായ പദവികളിൽ സ്ത്രീകളെ വെച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ മുഴുവൻ ഒരുമിച്ച് പിടിക്കാൻ പറ്റിയ ജനസ്വാധീനമുള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് BJP ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞേക്കും.